ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത് ബോർഡ് എക്സാം 2025 കഴിഞ്ഞ സ്റ്റാൻഡേർഡ് പേപ്പർ എന്നൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ ഒക്കെ പഠിച്ചു കഴിഞ്ഞാണല്ലോ അല്ലേ? അപ്പോൾ ഇത് റിയൽ നമ്പേഴ്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒരു MCQ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ, കേരള പേപ്പറിലെ. ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കാം. See, if x is the LCM of 4, 6, 8 and y is the LCM of 3, 5, 7, okay, and p is the LCM of x and y, then which of the following is true? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ x is the LCM of 4, 6, 8. അപ്പോൾ 4, 6, 8ൻ്റെ LCM നമ്മൾ കണ്ടുപിടിക്കണമല്ലോ. അതേപോലെ y 3, 5, 7 നമ്പേഴ്സിൻ്റെ LCM ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താ ഗിവൺ? ഈ എക്സിൻ്റെയും വൈൻ്റെയും LCM ആണ് പി. അങ്ങനെയാണെങ്കിൽ പിക്ക് അവർ എക്സും പിയുമായിട്ട് അല്ലെങ്കിൽ വൈയും പിയുമായിട്ട് റിലേഷനാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാ കറക്റ്റ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? 4, 6, 8 കോമയാണ് കേട്ടോ, ഡിജിറ്റ്സാണ്. എൻ്റെ LCM ചെയ്ത് നോക്കാം. സോ 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 സ്ക്വയർ എന്ന് എഴുതാം. അതുപോലെ 6ന് പ്രൈം ഫാക്ടറൈസ് കേട്ടോ, 2 × 3. ദെൻ 8ന് 2 ക്യൂബ് ആണല്ലോ. ഇനി ഇതിൻ്റെ 3ൻ്റെ LCM ആണ് എക്സ്. അപ്പോൾ LCM എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പ്രോഡക്റ്റ് ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ. ഈച്ചാണ്, കോമൺ അല്ല, വിത്ത് ഹയസ്റ്റ് പവറാണ്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ളത് 2 ആണ്. 2ൻ്റെ ഹയസ്റ്റ് പവർ ഈസ് 2 സ്ക്വയർ. പിന്നെ ഉള്ളത് 3 ആണ്. ഓക്കെ, സോ ഇറ്റ്സ് LCM ഈസ് 8, 4 എത്രയാ? അതായത് 2യുടെ ഹയസ്റ്റ് പവർ 2 ക്യൂബ് ആണ് കേട്ടോ, 2 ക്യൂബ് ആണ് 2ൻ്റെ ഹയസ്റ്റ് പവർ. അപ്പോൾ 2 ക്യൂബ് × 3, 2 ക്യൂബ് ഈസ് 8, 8 × 3 24 ആണല്ലോ. ഇനി ഇതേപോലെ നമുക്ക് അടുത്ത നമ്പേഴ്സ് ഏതാണ്? 3, 5, 7 ആണ്. 3, 5, 7 നമുക്കറിയാം, 3ഉം പ്രൈം നമ്പേഴ്സ് ആണ്. പ്രൈം നമ്പറിൻ്റെ LCM എന്ന് പറയുന്നത് ഓൾവേസ് അതിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ y എന്തായിട്ട് വരും? 3 × 5 × 7 ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ 3 × 7 21, 21 × 5 105. ഇതാണ് y. അപ്പോൾ ഈ 3 നമ്പറിൻ്റെ LCM ആണ് y എന്ന് പറയുന്നത്. മറ്റത് ഈ നമ്പറിൻ്റെ LCM. ഇനി തന്നിട്ടുള്ളത് p ആണ്. p ഈസ് ദ LCM ഓഫ് ദീസ് 2. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ LCM ആണ് p എന്ന് പറയുന്നത്. അപ്പോൾ p എന്ത് വരുമെന്ന് നോക്കൂ. 24ൻ്റെയും 105ൻ്റെയും LCM ആണ് p എന്ന് പറയുന്നത്. സോ 24 എന്ന് പറയുന്നത് നമുക്കറിയാം 2 ക്യൂബ് × 3. y എന്ന് പറയുന്നത് 3 × 5 × 7. ഇത് ഓൾറെഡി നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 നമ്പറിൻ്റെയും LCM ആണ് p. അപ്പോൾ p എന്ത് വരും? 2 ക്യൂബ് × 3. ഇത് വരുന്നത് നോക്കൂ, ഒന്ന് 2 ക്യൂബ് × 3യും ഇത് 3 × 5 × 7ഉം ആണ്. ഈ 2 നമ്പറിൻ്റെ LCM ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 2ൻ്റെ ഹയസ്റ്റ് പവർ 2 ക്യൂബാണ് ഇൻറ്റു ഇത് നോക്കിയാൽ മതി, കണ്ടോ, 3യുടേത് 3 തന്നെയാണ്. പിന്നെ ഏതുണ്ട്? 5 ഉണ്ട് ഇൻറ്റു പിന്നെ ഏതുണ്ട്? 7 ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ 2 നമ്പറിൻ്റെ LCM ആയിട്ട് വരുന്നത്. ഓക്കെ, 2 ക്യൂബ് × 3 × 5 × 7. പിന്നെ ഇവരിവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കൂ. p = 35 × x. x എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് 24 ആണ്. ദാ ഈ നമ്പറാണ്, കണ്ടോ, ദിസ് ഈസ് x. അപ്പോൾ 35 അല്ലേ 5 × 7? ഓൾറെഡി നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റായിട്ട് കിട്ടി അല്ലേ? അപ്പോൾ ഈ നമ്പറാണ് എക്സ്, ഇത് 35 ആണ്. സോ p = 35x. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റായിട്ട് കിട്ടിയാൽ നമുക്ക് ഹാപ്പിയാണ്, പെട്ടെന്ന് കഴിയുമല്ലോ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ. സോ ദ ആൻസർ ഇസ് p = 35 × x. അപ്പോൾ ഇതുപോലുള്ള ബോർഡ് എക്സാം ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. NCERT നിങ്ങളുടെ എല്ലാ പോർഷൻസും ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ട്. എല്ലാം, അതായത് ഡിലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ചെയ്തതാണ്. അപ്പോൾ കുറേ പോർഷൻസ് ഡിലീഷനുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള പോർഷൻസ് വീഡിയോ നോക്കി പഠിക്കാവുന്നതാണ്. താങ്ക്